കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ വന്ദനം. ഇന്ന് ഈ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി എഴുതുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ വേദപുസ്തകം ഇതേക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് നിങ്ങളോട് പറയാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. വിഷയം മറ്റൊന്നുമല്ല, ശ്രദ്ധേയനായ ഒരു പാസ്റ്റർ. ആ പാസ്റ്റർ അദ്ദേഹം വളരെ പരിമിതമായ കാലം കൊണ്ട് ചെറുപ്പക്കാരനാണ്. വളരെ ഉന്നതമായ ഉയർച്ചയിലേക്ക് ശുശ്രൂഷയുടെ രംഗത്ത് ഉയർന്നു വന്ന ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത ഒരു പ്രസ്താവന, തന്റെ പ്രസംഗത്തിലെ ഒരു പ്രസ്താവന അനുകൂലവും പ്രതികൂലമായ വിധിയെഴുത്തിന് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് അത് മുഖാന്തരമായി ഭവിച്ചു എന്നുള്ളത് നാം എല്ലാവരും ഈ ദിവസങ്ങളിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്: ദൈവം തന്റെ മുറിയിൽ താൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. ദൈവം സംസാരിച്ചത് അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് മൊബൈൽ ഫോണിലാണ്. മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത ആ സന്ദേശം അദ്ദേഹം അനേക പ്രിയപ്പെട്ടവരെ തന്റെ ശുശ്രൂഷ വേദിയിൽ അത് കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൈയടിക്കുകയില്ല, അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ കൈയടിച്ചു കൊടുക്കുക. അപ്പൊ അദ്ദേഹം കേൾപ്പിച്ച ശബ്ദം ഇങ്ങനെയാണ്: ദൈവം സംസാരിച്ചത് എന്ന് താൻ അവകാശപ്പെടുന്നത് സഭയെ സംബന്ധിച്ച് കുറ്റം പറയുകയും കുറവുകൾ പറയുകയും ചെയ്യുന്നവനും അവന്റെ തലമുറയിലെയും ഗ്രഹത്തിൽ നിന്ന് തിന്മ വിട്ടുമാറുകയില്ല. ഒരു ശാപവാക്കാണ്. സഭയെ കുറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ആളുകളുടെ ഗ്രഹത്തിൽ നിന്ന് തിന്മ വിട്ട് മാറുകയില്ല. അവരുടെ തലമുറയിൽ നിന്നും തിന്മ വിട്ടുമാറുകയില്ല. ഒരു പക്ഷെങ്കിൽ പുറപ്പാട് പുസ്തകം 20:5 ആവർത്തന പുസ്തകത്തിലും മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിന് പറഞ്ഞ ഒരു പ്രസ്താവന ഇതിന്റെ പിൻബലമായി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്: നിങ്ങളിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ അവരുടെ മേൽ സന്ദർശിക്കുകയും അവരുടെ നന്മയോ 1000 സംവത്സരം അവരുടെ മേൽ ഇരിക്കുകയും ചെയ്യും. ഇത് ന്യായപ്രമാണ കാലഘട്ടത്തിൽ ദൈവം ഇസ്രായേലിന് നൽകിയ ഒരു വാഗ്ദത്തമാണ്. പുതിയ നിയമ വിശ്വാസികളും ഈ വാക്യവുമായി അജഗജ അന്തരമുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ വ്യക്തമായി 2-3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നേരിട്ട് മനുഷ്യരോട് സംസാരിക്കാറുണ്ടോ? ഇതാണ് അതിപ്രധാനമായ ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ എബ്രായർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുകയാണ്: ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുകൾ എങ്ങനെയായിരുന്നു പിതാക്കന്മാരുടെ കാലത്ത്? അപ്പൊ ആദാം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവ കൽപ്പന ലംഘിച്ച ആദാമിനോട് ദൈവം സംസാരിക്കുകയാണ്: ആദമേ, നീ എവിടെ? ആഡം വേറെ ആർദാവൂ, നീ എവിടെയാണ്? അവൻ പറഞ്ഞു, ഞാനിവിടെ തോട്ടത്തിൽ നിന്റെ കാലച്ച കേട്ടിട്ട് ഒളിച്ചിരിക്കുകയാകുന്നു. അപ്പൊ ദൈവം ആദിയിൽ ആദാമിനോട് ഏദൻ തോട്ടത്തിൽ വെച്ച് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മള് ഗോത്രപിതാക്കന്മാരായ ആളുകളുടെ ചരിത്രം ഗവേഷണം ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ അബ്രഹാം, നോഹ, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്, ഇങ്ങനെ പല ആളുകളെ സംബന്ധിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഇവരോടൊക്കെ ദൈവം ചില പ്രത്യേക കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചതായി രേഖപ്പെടുത്തുന്നു. എന്നാൽ അതിന്റെ ഏറ്റവും ഒടുവിലായി വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ,
ദൈവം മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്നുണ്ടോ അല്ലെ സംസാരിക്കാൻ കഴിയുമോ എന്നതിന് തെളിവാണ് എബ്രാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ദൈവം പണ്ട്, നോട്ട് നൗ, പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് പുത്രൻ മുഖാന്തരം ഇപ്പോൾ നമ്മോട് അരുളി ചെയ്യുന്നു. അപ്പൊ ദൈവം വാസ്തവത്തിൽ അശരീരിയായി മോശയോടോ അല്ലെങ്കിൽ അബ്രഹാമിനോടോ ഇസ്ഹാക്കിനോടോ യാക്കോബിനോടോ ഒക്കെ സംസാരിച്ചതുപോലെ ദൈവം നേരിട്ട് പിന്നീട് സംസാരിക്കാതെ പിതാക്കന്മാരുടെ കാലത്ത് ഭാഗമായി പാർട്ട് ബൈ പാർട്ടായി ദൈവം സംസാരിച്ചിട്ട് പ്രവാചകന്മാരിൽ കൂടി ദൈവം സംസാരിച്ചു. യെശയ്യാവ് തുടങ്ങി മുമ്പോട്ട് വരുന്ന വലിയ പ്രവാചകന്മാരെയും പിന്നെ ആമോസ്, പിന്നെ ദാനിയേൽ, ഹോശിയ തുടങ്ങി ഇവിടെ മലാക്കി വരെയുള്ള ചെറിയ പ്രവാചകന്മാരെയും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിച്ചു. പുതിയ നിയമയുടെ സഭയുടെ ആദ്യയാമത്തിലും പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. കാരണം വേദോത്സവം പൂർണ്ണമായി അന്ന് ലഭിച്ചിരുന്നില്ല. ദൈവിക അരുളപ്പാടുകൾ ദൈവം സമ്പൂർണമായി മനുഷ്യരെ നൽകാതെ റെവലേഷൻ പ്രോഗ്രസീവ് ആയിരുന്നു, ക്രമാനുക്രമമായി അത് നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൊരിന്ത്യരോട് അപ്പോസ്തലൻ പറയുമ്പോൾ നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തന് പ്രവചനമുണ്ട്, ഒരുത്തന് വിവിധ ഭാഷകളുണ്ട്, മറ്റൊരുത്തിന്റെ ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, പിന്നെ ഇങ്ങനെ വരങ്ങളുടെ വൈവിധ്യതയെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ AD 52-53 കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം എഴുതുന്ന സമയത്തും സ്റ്റിൽ റെവലേഷൻ വാസ് ഓൺ പ്രോഗ്രസ്, അതായത് ദൈവിക വെളിപ്പാടുകൾ നൽകപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് മുമ്പ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ന്റെ 8-9 വാക്കിൽ വരുമ്പോൾ there comes a time that this revelation shall be culminated. ഈ വെളിപ്പാടുകൾ അതിന്റെ പരിസമാപ്തിയെ കുറിക്കുന്ന ഒരു സമയമുണ്ടാകും. ആ സമയത്തെക്കുറിച്ച് പറയുന്നത് when that which is perfect is come, that which is in part shall be done away. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഇവിടെ 2 പ്രയോഗങ്ങളുണ്ടെന്ന്, പൂർണ്ണമായത്, 2 അംശമായത്. അപ്പോ നോസീസ് ആൻഡ് എപ്പിഗ്നോസീസ്, ഈ 2 പദങ്ങൾ ഞാൻ ഗ്രീക്കിൽ നിന്ന് അടർത്തിയെടുത്ത് അതിന്റെ ആശയ വ്യാഖ്യാനം മുമ്പ് പല പ്രാവശ്യം പറഞ്ഞുള്ളതാണ്. എന്നാൽ ചില ആളുകൾ സമ്മതിക്കുകയില്ല, കൊടുത്തോട്ടം പോലുള്ള ആളുകൾ സമ്മതിക്കുകയില്ല. കാരണം അവരെല്ലാവരും വ്യത്യസ്തമായ മറ്റൊരു നിലയിൽ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നവരാണ്. വേദപുസ്തകത്തിന്റെ ലിറ്ററൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റർപ്രിട്ടേഷൻ അത് അനുധാവനം ചെയ്യുന്ന ആർക്കും ഞാൻ പറയുന്ന ഈ രീതി മാത്രമേ അവലംബിക്കാൻ കഴിയുള്ളൂ. when that which is perfect is come, that which is in part shall be done away. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് എന്നോട് പറയുന്നത് വാട്ട് വാസ് ബീങ് റിസീവ്ഡ് ഇൻ പാർട്ട്, എന്താണ് ഭാഗികമായി നൽകപ്പെട്ടുകൊണ്ടിരുന്നത് അതിന്റെ പൂർണ്ണതയാണ്. ഭാഗികമായി നൽകപ്പെട്ടുകൊണ്ടിരുന്നത് പ്രവചനങ്ങളെ, വെളിപ്പാടുകൾ, ദർശനങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇതല്ലാതെ ദൈവം പിന്നീട് ഒടുവിലായി നൽകപ്പെട്ടത് ദൈവത്തിന് നേരിട്ടുള്ള സംസാരം തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. 3.5 വർഷക്കാലം, അതായത് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് ദൈവം തന്റെ അരുളപ്പാടുകളെ അരുളി ചെയ്ത ശേഷം അന്ത്യമായി മനുഷ്യവർഗത്തോട് ദൈവം നേരിട്ട് സംസാരിച്ചത് തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സംസാരിച്ച വാക്കിലാണ് 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങൾ നാം വായിക്കുന്നത്. ഇതല്ലാതെ ദൈവം നേരിട്ട് ഏതെങ്കിലും ദൂതോ നേരിട്ട് ഏതെങ്കിലും കാര്യങ്ങളോ മനുഷ്യൻ നൽകുന്ന സംവിധാനത്തെ സംബന്ധിച്ച് ബൈബിളിൽ കാണപ്പെടുന്നില്ല. എന്നാൽ ഈ സമീപകാലത്ത് സംസാരിക്കപ്പെട്ട ഈ പ്രസംഗി, അദ്ദേഹം പെന്തക്കോസ്റ്റൽ സഭാവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, ഒരു യുവകോമളനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഞാനത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തില് ദൈവത്തിനും സാങ്കേതിക സൗകര്യങ്ങൾ ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നു. അതായത് ദൈവം പണ്ട് അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അബ്രഹാമെ ബാലിന് മേൽ കൈവയ്ക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നത് ഈ ഇസ്ഹാക്കിനെ യാഗം കഴിച്ച മലയിൽ വെച്ച് ദൈവം അബ്രഹാമിന് ശബ്ദം കേൾക്കുക, ദൈവത്തെ കണ്ടതായി പറയുന്നില്ല, ഒരു ശബ്ദം കേട്ടു. അതുപോലെ തന്നെ ശൗലിനോട് ദമസ്കോസിന്റെ പടിവാതിലിൽ ചെല്ലുമ്പോൾ പ്രവൃത്തി 9 ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തേ എന്നൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ നീ ആരാകുന്നു കർത്താവ് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലാതെ അതിനുശേഷം ഏതെങ്കിലും സമയത്ത് കഴിഞ്ഞ 2000 വർഷങ്ങളായി ഏതെങ്കിലും ഒരു വ്യക്തിയോട് ദൈവം നേരിട്ട് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. അപ്പൊ അന്ന് മാത്രമല്ല, ഇപ്പൊ ദൈവവും മോഡേൺ ആയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ കയ്യിൽ ഒരു കാലഘട്ടങ്ങളിൽ നോക്കിയ ഒക്കെ ഇറക്കിയ പണ്ടത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്ന മൊബൈൽ ഫോണാണ് ഉണ്ടായിരുന്നത്.
തൊണ്ണൂറ്റി 6 ഇത് ഇറങ്ങിയപ്പോൾ ഞാൻ BPL ഒരെണ്ണം വാങ്ങി. അന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയമായിരുന്നു. അന്ന് ഞങ്ങളുടെ സുവിശേഷന്മാരിൽ അപൂർവം ആൾക്കാർക്ക് മാത്രമേ മൊബൈൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ അന്നോരം വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അഡ്വാൻസ്ഡ് ആയി നോക്കിയ ഇറങ്ങി. നോക്കിയ അതും ബട്ടണായിരുന്നു. അതാണ് ഞാൻ വാങ്ങി. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ആൻഡ്രോയിഡ് വേർഷനും ആപ്പിൾ വേർഷനും ഒക്കെയാണ്. അപ്പോൾ സാംസങ്ങിന്റെ S23, 24 വേർഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള സാങ്കേതികത്വമുള്ള മൊബൈൽ ഫോണുകളാണ്. ഉപയോഗമില്ലാത്തതിന്റെ ഒന്നാണെങ്കിലും വൈവിധ്യങ്ങൾ പലതാണ്. അപ്പൊ ദൈവത്തിന് ഇപ്പോൾ മൊബൈൽ ഫോണ് ആവശ്യമായിട്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഒരു കള്ളൻ ഈ ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ആത്മീയ ലോകത്ത് കള്ളന്മാരുള്ളത്. കള്ളന്മാർ ഒരുപാട് നമ്മുടെ ഈ നാട്ടിലുമുണ്ട്. അതായത് സുവിശേഷത്തെ വാണിഭമാക്കുന്ന കള്ളന്മാർ. ഇത് കള്ളന്മാർ ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർക്ക് എന്നോട് വലിയ കോപവും വിരോധവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എന്നോട് വിരോധിച്ചിട്ടുണ്ട് കാര്യം ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ അല്ലാതെ വേറെ വഴിയായി വരുന്ന ഏവനും കള്ളനും കവർച്ചക്കാരനുമാകുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 10 കർത്താവായ യേശു പറഞ്ഞത്. ഇപ്പൊ യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ കള്ളന്മാർ ആയിട്ടുള്ള ആളുകളെ ഇങ്ങനെയാണ് ഞാൻ പറയാനുള്ളത്. സാധാരണയായി നമ്മൾ മുട്ട വിൽക്കുന്നവരെ മുട്ട കച്ചവടക്കാരെന്നും ഇറച്ചി വിൽക്കുന്നവനെ ഇറച്ചി വിൽപ്പനക്കാരെന്നും മോഷ്ടിക്കുന്നവനെ കള്ളനെന്നും പിന്നെ മറ്റ് ദുർമാർഗങ്ങൾ പ്രവർത്തിക്കുന്ന ദുർമാർഗം എന്ന് പറയുന്ന പോലെ മോഷ്ടിക്കുന്ന ആളുടെ പേരാണ് കള്ളൻ. വേറെ വഴിയായി കിടക്കുന്നവർ ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ അല്ലാതെ വേറെ വഴിയായി കിടക്കുന്ന ആളുകൾ. അപ്പൊ ഇവിടെ കർത്താവായ യേശു ഇപ്പൊ നേരിട്ട് ഒരാളോട് സംസാരിക്കുക. എന്താ സംസാരിക്കുന്ന? ആഫ്രിക്കയിലെ കള്ളൻ പ്രസംഗിച്ചപ്പോൾ അവനിങ്ങനെ ഫോണ് ചെവി വെക്കുന്നു, കർത്താവിനോട് സംസാരിക്കുന്നു, കർത്താവ് ഫോണിൽ കൂടി ഇവനോട് സംസാരിക്കുന്നു, ജനത്തോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇത് ജനത്തിന്റെ കയ്യിലിരിക്കുന്ന കാശ് പിടുങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഈ കൊടിയ കള്ളന്മാർ ഒരുപാട് ആഫ്രിക്കയിലുണ്ട്. നമ്മുടെ ഈ നെറ്റ് തുറന്നു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അത്തരം ഒരുപാട് കള്ളന്മാർ, ശവപ്പെട്ടിയിൽ നിന്ന് ഉയർപ്പിക്കുന്ന കള്ളന്മാർ, മോർച്ചറിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന കള്ളന്മാർ, പിന്നെ നടക്കാൻ വയ്യാത്തവനെ അവന്റെ കാലും നരിയാണി ഉറപ്പിച്ച് എഴുന്നേറ്റ് വിടുന്ന കള്ളന്മാർ, ഇങ്ങനെ നിരവധി കള്ളന്മാരുണ്ട്. അപ്പോ ഈ ആഫ്രിക്കയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന ഒരു രോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ദൈവത്തിന്റെ പ്രത്യേകത, ഈ മൊബൈൽ ഫോണിൽ കൂടിയാണ് ദൈവം സംസാരിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ സൗണ്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പൊ പുതുതായിട്ട് നമ്മൾ അതിന്റെ സൗണ്ട് കേട്ടു. ഇത് സത്യമാണോ എന്ന് പല ആൾക്കാർ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് വരെ എന്റെ കയ്യിൽ 2, 3, 4 ഫോൺ കയ്യിലുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു ഫോണിൽ കൂടിയും ദൈവം എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഫോണിൽ കൂടി ദൈവത്തോട് സംസാരിക്കാറും ഇല്ല. അതെല്ലാം മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. എന്നാല് ദൈവം മനുഷ്യനോട് ടെലിഫോൺ മുഖാന്തരമോ അല്ലാതെയോ നേരിട്ട് ഈ കാലഘട്ടത്തിൽ സംസാരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്? എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൽ കൂടിയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായത്തിന്റെ 17 വാക്യം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുള്ളൂ. അല്ല ഞാൻ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ആശ്വാസം പറഞ്ഞു തരുമെന്നല്ല കർത്താവ് പറഞ്ഞു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുള്ളൂ. തിരുവെഴുത്തുകളെ അതിന്റെ ശക്തിയും അറിയാത്ത ജനതയുടെ മേൽ കർത്താവ് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, തിരുവെഴുത്തുകളെയും അതിന്റെ ശക്തിയെയും അറിയായികയാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി തിരുവെഴുത്തിനെ അറിയാത്തതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അപ്പൊ പലപ്പോഴും കാര്യങ്ങൾ അറിയാൻ നമ്മൾ ആഗ്രഹിക്കണം. ഇവിടെ സംഭവിക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വചനം ശരിയായി പഠിക്കാത്തൊരു സമൂഹത്തിന്റെ മുമ്പാകെ വൈകാരികമായ ഇളക്കപ്പെരുപ്പങ്ങൾ ഉണ്ടാക്കിയ ശേഷം വൈകാരിക മണ്ഡലത്തിന്റെ ഏറ്റവും ഉത്തുംഗതയിൽ അവരെ കൊണ്ടുവന്നിട്ട് അവരോട് ജൽപ്പനങ്ങൾ ചെയ്യുക. ഇത് ജനങ്ങളൊക്കെ വിശ്വസിക്കുക. പാവപ്പെട്ട വിശ്വാസികൾ ഈ വഞ്ചകരായ ശുശ്രൂഷകർ മുഖാന്തരം ഇങ്ങനെ പറയുന്ന കാപട്യങ്ങളെല്ലാം വിശ്വസിച്ചു പോകുന്നു. അവിടെയാണ് ബെരോവയിലെ ക്രിസ്ത്യൻസിനെ കുറിച്ചുള്ള പ്രമാദമായ ഒരു ചിന്ത നമ്മുടെ പൗലോസ് പറയുന്നത്. ഈ ബെരോവയിലുള്ളവർ they were far better than those were in തെസ്സലോനിക്ക എന്ന് പറയുന്നത്. തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ വളരെ ഉത്തമന്മാരായിരുന്നു. they were noble people. അവർ ഉത്തമന്മാരായ ആൾക്കാരായിരുന്നു. എന്താ പ്രത്യേകത? ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വെട്ടിപിടിക്കുന്ന സ്വഭാവം ബെരിയൻസിനുണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു? they searched the scriptures where it was so. അത് അങ്ങനെ തന്നെയാണോ എന്ന് തിരുവെഴുത്തുകളെ അവർ സൂക്ഷ്മമായി പരിശോധിച്ചു പോന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ തിരുവെഴുത്തിനെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ദൈവം ആരോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക നാളുകളിലെ ക്രിസ്തു മുഖാന്തരമുള്ള ഒടുവിലത്തെ വെളിപ്പാടുകൾ മുഖാന്തരം ഒഴികെ വേറെ ആരോടും പിന്നെ നേരിട്ട് ദൈവം സംസാരിക്കാറില്ല. പിന്നെ വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് നമുക്ക് സ്വീകരിച്ച് നൽകിയ അപ്പോസ്തലനായ യോഹന്നാൻ, അപ്പോസ്തലനായ പത്രോസ്, അപ്പോസ്തലനായ പൗലോസ്, പിന്നെ അപ്പോസ്തലനായ യാക്കോബ്, ഇങ്ങനെയുള്ള ദൈവദാസന്മാർ മുഖാന്തരം നമുക്ക് നൽകിയ തിരുവെഴുത്തുകളിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒരു വചനഭാഗം ഞാൻ വായിക്കുന്നു. ഉദാഹരണം, ഞാൻ വായിക്കുമ്പോൾ ആ വചനഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു അംശം എന്റെ ജീവിതത്തിലെ ഒരു കുറവിനെ കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തിയാൽ അത് ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നതാണ്.
ഒരു വചനഭാഗം ഞാൻ വായിക്കുമ്പോൾ ആ വചനഭാഗം എന്നിൽ ഒരു ആത്മീക വർധന ഉളവാക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നതാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നേർനിലത്തിൽ മാത്രമേ നമ്മെ വഴി നടത്തുകയുള്ളൂ. നിന്റെ ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, 119 സങ്കീർത്തനം ഒരിക്കൽ സൺഡേ സ്കൂളിൽ മാർത്തോമാ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണാപ്പാഠം പഠിച്ചതാ. മണ്ണിലെ മത്തായിച്ചാൻ എന്നെ കൊണ്ട് പഠിപ്പിച്ചതാ തോന്നിയാമലെ. അപ്പോ ഈ 119 സങ്കീർത്തനം മൊത്തം കാണാപ്പാഠം പഠിക്കണം. അപ്പൊ ഞങ്ങൾ പിള്ളേരെല്ലാം പഠിച്ചതാ. ആ 119 സങ്കീർത്തനമാണല്ലോ ഏറ്റവും വലിയ സങ്കീർത്തനം. അതിനെ ചെയ്യുന്ന അറിയാമോ? നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. നടക്കുന്ന വഴികളിൽ കാലെഴുതി പോകാതിരിപ്പാൻ നമ്മുടെ ജീവിതപാതയ്ക്ക് പ്രകാശം പകരുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക്, കറക്ഷന്, ആത്മീയ വർധനയ്ക്ക്, ശുദ്ധീകരണത്തിന്, പിന്നെ ശരിയായ ക്രമീകരണത്തിന് എല്ലാം അനിവാര്യമാകുന്ന സാരോപദേശങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് ബിസൈഡ്സ് ദീസ് റെവലേഷൻ, അതായത് ഇങ്ങനെയുള്ള ദൈവിക വെളിപ്പാടിന്റെ വെളിയിൽ ദർശനങ്ങളാലോ സ്വപ്നങ്ങളാലോ മറ്റേതെങ്കിലും മാർഗങ്ങളാലോ ദൈവം ഇന്ന് നേരിട്ട് നമ്മോട് സംസാരിക്കാറില്ല. അതിൽ ഏറ്റവും ഇത് ആക്ഷേപമായി പോയ ഒരു കാര്യം, ദൈവം മൊബൈൽ ഫോണിൽ കൂടി സംസാരിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ദൈവം മൊബൈൽ ഫോണിൽ കൂടി സംസാരിച്ചു കഴിയുമ്പോൾ ദൈവത്തിനും കൂടി ഇപ്പോൾ സാങ്കേതിക വിദ്യ ആവശ്യമായി വന്നല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. കാരണം അറിയാമോ, ഇങ്ങനെയുള്ള ടെക്നിക്കൽ സംവിധാനങ്ങൾ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനുമ്പോൾ ദൈവം നേരിട്ട് അല്ലാതെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. എന്നാൽ ഇപ്പൊ ദൈവം മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് വെർഷനൊക്കെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട് കൈയടിക്കുന്ന, ഇതൊക്കെ കേട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ചില സ്ത്രീകളും പുരുഷന്മാരും. അവരെക്കുറിച്ച് തീത്തോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, എവർ ലേണിംഗ് ബട്ട് നെവർ കമ്മിങ് ടു ദ നോളജ് ഓഫ് ദ ട്രൂത്ത്. എല്ലായ്പ്പോഴും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ. ഈ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ആത്മീയ ഉണർവുണ്ടാകുന്നത്. അപ്പൊ അവർ ദേ ആർ എവർ ലേണിംഗ്, എല്ലായ്പ്പോഴും പ്രസംഗിക്കും. നിങ്ങൾക്ക് ഒരു പ്രസംഗം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസംഗിക്കുന്ന ആൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് കഴിയാതെ വണ്ണം കൈയടിച്ച് അലങ്കോലപ്പെടുത്തുക. അത് ഈ സ്ത്രീകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുപോലെ എവർ ഹിയറിംഗ് ആൻഡ് ലേണിംഗ് ബട്ട് നെവർ ലേണിംഗ് ദ ട്രൂത്ത്, അതായത് നെവർ കമ്മിങ് ടു ദ നോളജ് ഓഫ് ദ ട്രൂത്ത്, സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവം ഒരു വസ്തുത മനസ്സിലാക്കണം. ദൈവം ഈ നാളുകളിൽ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിനും വിശുദ്ധ വേദപുസ്തകത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം ഒരു മനുഷ്യനോടും ദൈവം ഒരു സഭയിലും നേരിട്ട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കേണ്ട ആവശ്യവും ദൈവത്തിനില്ല. കാരണം ഗോഡ് സ്പീക്സ് ടു ഹിസ് പീപ്പിൾ ത്രൂ ഹിസ് റിവീൽഡ് വേർഡ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള തന്റെ വചനത്തിലൂടെയാണ് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ബിസൈഡ്സ് ദ റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്, that God is not obliged to talk to any one individual in this era. നാം ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിന് വെളിയിൽ ആരോടും സംസാരിക്കാൻ യാതൊരു ബാധ്യതയും ദൈവത്തിന് ഇല്ല. ദൈവം അങ്ങനെ സംസാരിക്കുകയില്ല. ഇനി ഇതിനകത്ത് സംസാരിച്ച വിഷയം എന്താന്ന് നോക്കിയാട്ട് ഞാൻ ആ വ്യക്തിയെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ പറയുന്നു. അത് കറക്ഷൻ ദൈവത്തിന്റെ കൂടുതലെങ്കിൽ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ ആ കറക്ഷൻ പറയുന്നു. ഇങ്ങനെയുള്ള ഉപദേശപക്ഷങ്ങൾ വരുമ്പോൾ സാധാരണ ഞാൻ കറക്ഷൻ പറയാറുണ്ട്. ഇനി എന്താ ദൈവം പറഞ്ഞത്? സഭയെക്കുറിച്ച് കുറ്റവും കുറവും പറയുന്ന ഒരുവനെയും അവന്റെ തലമുറകളെയും തിന്മ വിട്ടുമാറുകയില്ല. ഇതാണ് ദൈവം പേടിപ്പിച്ച് സംസാരിച്ച വാണി. അതിന് ശ്രദ്ധിക്കണം. ഇപ്പൊ ദൈവത്തിന്റെ ജോലി താൻ തന്റെ സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച തന്റെ സഭയെക്കുറിച്ച് എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അവന്റെ വംശാവലിയെ ശപിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം ഒന്ന് വായിക്കണം. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ. പത്മോസിന്റെ കരിമ്പാറക്കെട്ടുകൾ കിടന്നത് യോഹന്നാൻ അപ്പോസ്തലന് കർത്താവിന്റെ ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഭാവിയിൽ സംഭവിക്കാനുള്ള കാലത്ത്, ഇപ്പോൾ ഉള്ളതും ഇനി മേലാൽ സംഭവിക്കാനുള്ളതും ആയ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആസിയയിലെ 7 സഭകൾ, ഏഷ്യ മൈനറിൽ 7 സഭകൾ യോഹന്നാൻ പത്മോസിൽ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ആ 7 സഭകളെ യോഹന്നാനെ പിടിച്ച് പത്മോസിലേക്ക് കൊണ്ടുപോയ സമയത്ത് യോഹന്നാൻ അവിടെ വികാരഭരിതനായി. അവിടെ പത്മോസിന്റെ ഏകാന്ത തടവറയിൽ അദ്ദേഹം കിടക്കുമ്പോൾ തന്റെ മനോമണ്ഡലത്തിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, വാട്ട് വിൽ ഹാപ്പൻ ടു ദോസ് 7 ചർച്ചസ് ഇൻ ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിലുള്ള ഈ 7 സഭകൾക്ക് എന്ത് സംഭവിക്കും? ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് ദം? ആര് അവരെ കരുതും? അവരെ കുറിച്ച് പരിഗണിക്കും? ഇങ്ങനെ ചിന്താഭാഷ കിടക്കുമ്പോൾ എഫേസോസ് തുടങ്ങി ലവോദിക്ക വരെയുള്ള 7 സഭകൾ, ആസിയ മൈനറിലെ 7 സഭകളാണ്. ഈ 7 സഭകളുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശുശ്രൂഷകനാണ്. ആ ദൂതന് കൊടുക്കാനുള്ള ദൂതാണ് അറിയിച്ചിരിക്കുന്നത്.
ഈ 7 സഭകളെ കുറിച്ചും കർത്താവ് പറയുമ്പോൾ അവരുടെ 7 സഭകളുടെയും കുറവുകളും കുറ്റങ്ങളും ശക്തമായ ഭാഷയിൽ കർത്താവ് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, ആ കുറവുകൾ എപ്രകാരം നികത്താൻ സാധിക്കുമെന്നും ആ കുറവുകളെ നികത്തിയില്ലെങ്കിൽ ആ സഭകൾക്ക് എന്ത് സംഭവിക്കുമെന്നും പറഞ്ഞ ശേഷം ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ആ വചനഭാഗം വായിച്ചാൽ മതി. അപ്പോൾ സഭയുടെ കുറവുകളെ കർത്താവ് താൻ തന്നെ നേരിട്ട് തന്റെ ശുശ്രൂഷകന്മാർക്ക് വെളിപ്പെടുത്തി സഭയെ അറിയിക്കാൻ പറഞ്ഞു. എഫേസോസിലെ സഭയോട് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്ന് നിന്നെക്കുറിച്ച് ഒരു 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 തെറ്റ് പറയാനുണ്ട്. അതായത് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു, ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആകിയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നിലവിളക്ക് നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സഭയെക്കുറിച്ച് എഫേസോസ്, സ്മുർന്ന, തുയതൈര, പെർഗമോസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഈ സഭകളെ കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാത് കാലത്തുണ്ടായിരുന്ന സഭയിൽ എന്തെല്ലാം കുറവുകളാണ് ഉണ്ടായിരുന്നത്, ആ കുറവുകൾ എപ്രകാരം പരിഹരിക്കാൻ സാധിക്കും, ആ കുറവുകൾ എങ്ങനെ പരിഹരിക്കപ്പെടാനുള്ള മാർഗം എന്താണ്, അത് പരിഹരിച്ചില്ല എങ്കിൽ സഭയ്ക്ക് എന്തോ സംഭവിക്കും, ഇതെല്ലാം കർത്താവ് വ്യക്തമായി പറഞ്ഞു. ഇവിടെ ഒരു ദൈവദാസൻ പറയുകയാണ്, സഭയുടെ കുറവുകളെ കുറിച്ച് പറയുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യും, നിന്നെയും നിന്റെ തലമുറകളെയും തിന്മ വിട്ട് മാറുകയില്ല. അപ്പൊ പത്മോസിൽ യോഹന്നാന് വെളിപ്പെട്ട് ദൂത് നൽകിയ കർത്താവിനേക്കാൾ വ്യത്യസ്തനായ ഒരു കർത്താവായിരിക്കണം ഈ ദൂത് ഈ പ്രസ്തുത പാസ്റ്റർക്ക് നൽകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പത്മോസിൽ വെളിപ്പെട്ട കർത്താവാണെങ്കിൽ ഈ കുറവുകൾ പറയും. ഞാൻ തന്നെ നിൽക്കുന്ന പഠന സമൂഹമാണ്, എന്നെ വെള്ളയ്ക്ക കൊണ്ട് അമ്മാനമാടുന്ന പോലെ അമ്മാനമാടുന്ന കുറെ ആൾക്കാരുണ്ട്. കാരണം അറിയാമോ, ഇവിടെയുള്ള കുറവുകളൊക്കെ ഞാൻ സാധാരണ ചൂണ്ടിക്കാണിക്കുകയും എഴുതുകയും ചെയ്യാറുണ്ട്. അത് മൂപ്പന്മാരുടെ നിയോഗം സംബന്ധിച്ച്, മറ്റേ വിവാഹിതരുടെ വിവാഹമോചനം സംബന്ധിച്ച്, പുനർവിവാഹം സംബന്ധിച്ച്, അങ്ങനെയുള്ള അശുദ്ധികളെ പ്രോത്സാഹിപ്പിക്കുന്നത് സംബന്ധിച്ച്, അതുപോലെ ദൈവവേലയ്ക്ക് വിളിയില്ലാത്ത സുവിശേഷന്മാർ സുവിശേഷ വേല ഉപജീവന മാർഗമായി കണ്ടെത്തി പിന്നെ ഏതെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് ലോണ്ടറി ഉപദേശിയായി, പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ കം വെജിറ്റബിൾ പർച്ചേസിംഗ് ഉപദേശിയായി, പിന്നെ വീട്ടുകാവൽ ഉപദേശിയായി, വയോജന പരിപാലന ഉപദേശിയായിട്ട് ഒക്കെ കഴിയുന്ന ആൾക്കാരുണ്ട്. അതൊന്നും സുവിശേഷീകരണമല്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടക്കേട് തോന്നാറുണ്ട്. അവർ പറയും, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറ്റം പറയാൻ പാടില്ല. എന്തായിട്ട് തുള്ളെന്ന് പറയുമ്പോൾ കുറ്റമല്ല പറയുന്നത്, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് അത് റെക്ടിഫൈ ചെയ്ത് നമ്മൾ കൊള്ളാവുന്നവരായി മാറാൻ വേണ്ടിയാണ്. അതിൽ അങ്ങനെയല്ലയോ സാധാരണ ചെയ്യുന്നത്. പരീക്ഷ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെ തോൽപ്പിക്കാനല്ല, അവന് എന്ത് പഠിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അത് മനസ്സിലാക്കണം. വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ദൈവം നൽകുന്ന പരീക്ഷകളും അങ്ങനെ തന്നെയാണ്. ഹൂ ഈസ് ഹി ആൻഡ് വാട്ട് ഹി വിൽ ആക്ട് എന്ന് ഈ പരീക്ഷ വരുമ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് നൽകുന്നത്. അപ്പൊ വാസ്തവത്തില് സഭകളുടെ മധ്യത്തില് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ അത് ചെയ്യണം. അത് ചൂണ്ടിക്കാണിക്കുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവിന്റെ ജോലി. പരിശുദ്ധാത്മാവായി ദൈവം ഈ ഭൂമിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യത്തില്ല എന്ന് വേദോത്സവം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:17 വാക്യങ്ങളിൽ അവിടെ കർത്താവ് തന്നെ പറഞ്ഞു, സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അവൻ ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ്. അപ്പൊ സഭയുടെ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശം ദൈവം നൽകുന്നത് തലമുറകൾക്ക് ശാപമായിട്ടല്ല, അനുഗ്രഹമായ ഒരു പ്രവൃത്തിയായിട്ടാണ്. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞെന്നറിയാമോ, സഭയുടെ കുറവുകൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എന്തോ സംഭവിക്കും, നീയും അതുപോലെ തന്നെ നിന്റെ തലമുറയും തിന്മ വിട്ട് മാറുകയില്ല. ഇനി മറുവശം ഞാൻ പറയാം, ദൈവജനത്തിന്റെ വഴിപിഴച്ച പോക്കുകളെയും വചനത്തിന് വെളിയിലുള്ള അബദ്ധസഞ്ചാരങ്ങളെയും ദൈവവചനം വ്യക്തമായി പറയാത്ത കാര്യങ്ങൾ ദൈവവചനമാണെന്നുള്ള വ്യാജേനയുള്ള പ്രകടന പത്രികകളും പരിശുദ്ധാത്മാവ് സ്വപ്നത്തിൽ പോലും അല്ലാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പേരിൽ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്താൽ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ ദൈവം ചെയ്യും, അവരുടെ തിന്മയെ അവരുടെ തലമുറയെ ബാധിക്കും. കാരണം വെച്ചാൽ അതെല്ലാം ദൈവദൂഷണപരമായ കാര്യങ്ങളാണ്. അത് ചെയ്യാൻ പാടില്ല. മറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി കുറവുകളായി പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ ബോധവൽക്കരണമാണ്. അത് വാസ്തവത്തില് ദൈവജനത്തിന്റെ ശുദ്ധീകരണത്തിനും യഥാസ്ഥാപനത്തിനും വേണ്ടി ദൈവം നൽകുന്ന ശുശ്രൂഷയാണ്. അല്ലാതെ ഇങ്ങനെയുള്ള ശുശ്രൂഷ നൽകുകയില്ല. അപ്പൊ ദൈവത്തിന് ഇപ്പോൾ നേരിട്ട് സംസാരിക്കുക, ചെവി സംസാരിക്കുക. ചിലർ പ്രാർത്ഥനയ്ക്കായി മുറിയിൽ മുട്ടുകുത്തുമ്പോൾ ദൈവനോട് നേരിട്ട് ഞാൻ 45 വർഷമായി കർത്താവിനുള്ളിലായിട്ട് നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്റെ ചെവിക്കകത്തോട് വന്ന് ടൈറ്റസ് ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞ് ഇന്ന് വരെയും സംസാരിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അങ്ങനെ ഇത് ദൈവം സംസാരിച്ച പോട്ടെ, എന്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ പിതാവിനെ ഞാൻ കണ്ടില്ല. വളരെ കാര്യപ്രാപ്തനായ ഒരു പിതാവായിരുന്ന എന്റെ അപ്പനും വീട്ടുകാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അനേക രാത്രികളിൽ
ഞാൻ എന്റെ ഹൃദയത്തിൽ എന്റെ വല്യപ്പച്ചന്റെ മുഖം ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ദൈവം എനിക്കൊന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാളെ ഇതുവരെ വല്യപ്പച്ചന്റെ മുഖം പോയിട്ട് വല്യപ്പച്ചന്റെ ഒരു ഓർമ്മ പോലും എന്നെ ആരും കാണിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. കാരണം അറിയാവും, മരിച്ചവരും അവനത് ഇറങ്ങിയവരും എല്ലാം വിശ്രാമത്തിലാണ്. അവരെ കൊണ്ട് നമ്മുടെ അപേക്ഷ പോലെ എത്തിച്ച് നമ്മുടെ മുമ്പാകെ നിർത്തി കാണിച്ചിരുന്ന ജോലിയല്ല ദൈവത്തിന്റെ ജോലി. അതുപോലെ നമ്മോടിപ്പോൾ ഓരോ പ്രാവശ്യവും പ്രാർത്ഥനാ മുറി കയറുമ്പോഴും വേദോത്സവം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവം നേരിട്ട് വന്ന് ടൈറ്റസ് ചെയ്താണ് ഇങ്ങനെയാണ്, നീ ഇന്ന് ഇന്ന പോലെയൊക്കെ പറയണം എന്ന് പറയുന്ന ജോലിയല്ല ദൈവത്തിന്റെ ജോലി. അതൊന്നും ദൈവം കോടാനുകോടി വിശുദ്ധന്മാർ ഭൂമിയില്ലേ, അവരുടെ എല്ലാം കാര്യങ്ങളെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലിയാണ് ദൈവത്തിന്റെ ജോലി. ദൈവത്തിനാന്നില്ല. രണ്ട്, ദൈവം അങ്ങനെ സംസാരിക്കുന്ന വോയിസ് ഒന്നും ഈ മൊബൈൽ കൂടി ഒന്നും രേഖപ്പെടുത്താൻ കഴിയുകയില്ല. രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവശബ്ദമാണ് ദൈവത്തിന്റെ വചനം, വിശുദ്ധ ബൈബിൾ. 66 പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെ 39 പുതിയ നിയമത്തിലെ 27 66 പുസ്തകങ്ങളും ഗ്രന്ഥ സമുച്ചയമാകുന്ന വിശുദ്ധ ബൈബിൾ ദൈവം മനുഷ്യനോട് സംസാരിച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ അവൻ അത് കല്ലിൽ അക്ഷരമായി കൊത്തിയെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവം കൊത്തിയെടുത്തു കൊടുത്തതാണ്. ആ ദൈവം തന്റെ വിരലുകൊണ്ട് എഴുതി കൊടുത്തായിരുന്നു ന്യായപ്രമാണം. പ്രിയമുള്ളവരെ, ഇതല്ലാതെ നമുക്ക് ഇന്ന് വാസ്തവത്തിൽ ഈ പറയപ്പെട്ട യാതൊരു സംവിധാനവും പാവപ്പെട്ട വിശ്വാസികൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വഞ്ചിതരാകരുത്. അത് പ്രത്യേക ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത് മറ്റു കാര്യം കൂടി ഞാനിത് പറയാണ്, ദശാംശത്തെ സംബന്ധിച്ചുള്ള പേടിപ്പിക്കൽ. ഇത് ചില പാസ്റ്റർമാർ ഞാൻ കണ്ടിട്ടുണ്ട്. ദശാംശം കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം. അപ്പൊ സഭയ്ക്ക് ദശാംശം കൊടുക്കരുതെന്ന് പറയുന്നവരും മുടിഞ്ഞു പോകുന്ന ഈ പ്രസംഗത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വാസ്തവത്തില് ഈ ദശാംശത്തെ കുറിച്ച് കൂടെ ഒരു വാക്ക് ഞാൻ ഈ സമയത്ത് പണ്ട് വിഷയം ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ദശാംശം പുതിയ നിയമ വിശ്വാസിക്ക് ഉള്ളതല്ല, അത് പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് വേണ്ടി ഉള്ളതാണ്. ആ ദശാംശം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ദേശത്ത് അവകാശഭൂമി ദൈവം നേരിട്ട് കൊടുത്തിട്ടില്ലാത്ത ലേവ്യരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ബാക്കി 11 ഗോത്രക്കാർക്ക് നിന്ന് ദൈവം വാങ്ങിച്ചു കൊടുത്ത ഉപജീവന മാർഗമായിരുന്നു ദശാംശം. അത് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ലേവ്യർ എന്ന് അവകാശപ്പെടാൻ യഹൂദന്മാരും ഇവിടെ ഇല്ല. ഇനി ആരെങ്കിലും ഞങ്ങൾ ലേവ്യരാണ് അല്ലെങ്കിൽ ഞങ്ങള് സ്വമേധയാ പ്രവർത്തകരാന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തകരെല്ലാവരും ധാരാളം പൈസ ഇപ്പോൾ സ്തോത്രാഴ്ചയായും വഴിപാടായും ദശാംശമായും പിന്നെ ഈ കൈപ്പടിയായും ഒക്കെ കിട്ടുന്ന പണം കൊണ്ട് മെഴുകി ജീവിക്കുന്ന ധാരാളം ആൾക്കാർ. ഞങ്ങളെയൊക്കെ പോലെ ഉള്ളതുകൊണ്ട് ഒതുങ്ങിക്കഴിഞ്ഞു കൂടി ഇങ്ങനെ ഓരോ ദിവസവും നിത്യപ്രതിക്കുള്ളത് കഴിഞ്ഞു പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഒരുപാട് ആളുകൾ ധാരാളം പൈസയുള്ള ആളല്ല, വലിയ വില കൂടിയ വണ്ടികള്, ജീവിത സൗകര്യങ്ങളെല്ലാം ഉള്ള ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ദൈവം ദശാംശം അങ്ങ് വാങ്ങിച്ച ഒന്നുമില്ല. ദൈവത്തിന് ആഹാരത്തിന് ആവശ്യമുണ്ടോ? എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? ദാഹിച്ചാൽ ഞാൻ നിന്നോട് കുടിപ്പാൻ ചോദിക്കുമോ? സംഗീതകാരൻ ചോദിക്കുന്നു. അപ്പൊ ദൈവത്തിന് വിശപ്പില്ല, ദൈവത്തിന് ദാഹമില്ല, ദൈവത്തിന് ക്ഷീണമില്ല, ദൈവത്തിന് നമ്മുടെ പൈസയും വേണ്ട. പിന്നെ നമ്മളെന്തിനായി പൈസ കൊടുക്കുന്നത്? നമ്മൾ ഈ പണം കൊടുക്കുന്നത് ദൈവിക വേലയ്ക്ക് വേണ്ടിയാ, അല്ലാതെ പാസ്റ്റേഴ്സിന്റെ പള്ള നിറയ്ക്കാൻ വേണ്ടിയല്ല, സുവിശേഷകന്മാരുടെ പള്ള നിറയ്ക്കാൻ വേണ്ടിയല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. എന്റെ എല്ലാ സമയത്തുള്ള പോളിസിയും ഞാൻ തുറന്നു പറയാറുണ്ട്. ഒരു സുവിശേഷ വേലക്കാരൻ ഒരാള് ഒരു 10,000 രൂപ ഒരു ദാനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി മക്കൾക്ക് ഏറ്റവും വില കൂടിയ വസ്ത്രവും വാങ്ങി പിന്നെ ഈ പറയപ്പെട്ട സംവിധാനങ്ങൾ വാങ്ങി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതിന്റെ നല്ലൊരു അംശവും കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി, പരസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണം. ബാക്കി ചെറുതെന്തെങ്കിലും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെയാണ് സുവിശേഷ ദേവദാസന്മാർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ അങ്ങനെ ദൈവം ചെയ്യുന്നവരെ ദൈവം വിളിച്ച് സൂക്ഷിക്കാക്കിയവരെ ദൈവം മാനിക്കുകയും ചെയ്യും. അവരുടെ ആവശ്യങ്ങളെ ദൈവം നിവർത്തിക്കും. അല്ലെ ഇവർ ചക്രശ്വാസം വലിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ദശാംശം എന്റെ അഭിപ്രായത്തില് ഈ പ്രാദേശിക സഭകളില് വീഞ്ഞു വാങ്ങിക്കാനും ഇലക്ട്രിസിറ്റി ബില്ലിനും പിന്നെ മറ്റേ ഇതര ആവശ്യങ്ങൾക്കുള്ള പൈസ ഒഴികെ ധാരാളം പൈസ സ്തോത്രാഴ്ചയിട്ട് സഭയെ ഭൗതികമായി സമ്പന്നനാക്കുന്നതും തെറ്റാന്നാണ് എന്റെ വിശ്വാസം. കാര്യം ചില പ്രാദേശിക സഭകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിലുണ്ട്. എന്നിട്ട് അവരിൽ ചിലർക്കൊക്കെ തങ്ങൾക്ക് ബോധിച്ച ആൾക്കാർക്ക് ഇത് കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്തോത്രകാഴ്ച പോലും സ്തോത്രകാഴ്ച ഇടുന്നതിന് വേദോസ്വതി വാക്കിയില്ല. ആകെയുള്ളത് കൊരിന്തിലെ യെരൂശലേമിലെ സഹോദരന്മാരെ ഉദവിക്കായി ഇവിടെ നമ്മൾ മക്കദോനിയയിലെ സഭകളോട്, ജാതികളുടെ സഭകളോട് അപ്പോസ്തലനായ പൗലോസ് കളക്ഷൻ എടുക്കാനും അത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം തോറും ചരിച്ച് വെക്കാനും കൂട്ടിവെക്കാനും പറയുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ പഴയ പുതിയ നിയമ കാലഘട്ടത്തിന്റെ ആദ്യ നാളുകളിൽ അതാത് പ്രാദേശിക സഭയിൽ അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് സഹോദരന്മാര് ഒരു കളക്ഷൻ എടുത്ത് കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എടുത്ത കളക്ഷൻ പൗലോസിന്റെയും ശീലാസിന്റെയും കൂടെ കയ്യിലാണ് യെരൂശലേമിലെ സഭയിലെ സഹോദരന്മാർക്ക് വേണ്ടി കൊടുത്തയച്ചത്. അല്ലാതെ ലക്ഷക്കണക്കിന് രൂപ സ്തോത്ര സജ്ജ കാഴ്ച സംഖ്യയിലിട്ടിട്ട്
ബാങ്ക് ഓഫ് ബറോഡയിലും സ്റ്റേറ്റ് ബാങ്കിലും കാനറ ബാങ്കിലും കൊണ്ട് നിക്ഷേപിച്ചിട്ട് ബുക്ക് കക്ഷത്തി വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ദൈവസഭയ്ക്കില്ല. അതുകൊണ്ട് ഈ സ്തോത്രാഴ്ച എന്നതിന്റെ പേരിൽ ഇങ്ങനെ പൈസ ഒരുപാട് ചില ആൾ ചിന്തിക്കുന്നത് കുറെ വലിയ നോട്ട് സ്തോത്രാഴ്ച ഇട്ടാൽ ദൈവം അനുഗ്രഹിക്കുക. അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് പൈസയെ ആവശ്യമില്ല, നമുക്കാണ് പൈസ ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈ ദശാംശം എന്ന് പറയുന്ന വിഷയം പറഞ്ഞ് വിശ്വാസികളെ പിഴിയുകയും പേടിപ്പിക്കുകയും ചെയ്തത് വചനവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്കുള്ള സാമ്പത്തിക നന്മകൾ, ആ സാമ്പത്തിക നന്മകൾ നമ്മൾ വിതരണം ചെയ്യുന്നത് അറിയാമോ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. നന്നായി അധ്വാനിക്കുന്ന വേലക്കാർക്ക്, അതായത് സുവിശേഷം നന്നായി പറയാനും സുവിശേഷ ഫീൽഡിൽ അഹോരാത്രം അധ്വാനിക്കുകയും ചെലവോടുകൂടി ആ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ആ വിവിധ ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ സഹായിക്കണം. വിശ്വാസികളായി നമ്മൾ സഹായിക്കണം. അത് പിടിച്ചു പറിക്കുകയല്ല, സ്വമനസ്സോടെ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. അല്ലാതെ ദശാംശം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പേടിപ്പിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഏതെങ്കിലും വിശ്വാസി ദശാംശം സഭയിൽ കൊടുക്കാതിരുന്ന അവന്റെ കുടുംബം താറുമാറാകുമെന്ന് പറയാൻ നമുക്കാർക്കെങ്കിലും അവകാശമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര വിശ്വാസികൾ നമ്മുടെയൊക്കെ ഇടയിൽ കൃത്യമായി ദശാംശം കൊടുക്കുന്നുണ്ട്? അവരെ കൊടുക്കാറില്ല. പുതിയ നിയമത്തിൽ ദശാംശം എന്നൊരു സംവിധാനം ഇല്ല. പിന്നെ എങ്ങനെ അറിയാവോ? ഓരോരുത്തൻ താന്താന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ബോധിച്ചതുപോലെ അല്ലെങ്കിൽ പ്രാപ്തിപ്പെടുത്തുന്ന പോലെ ചെയ്യട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പം എന്റെ ഹൃദയത്തിൽ ദൈവം എനിക്കൊരു പ്രേരണ തന്നു, ആ പ്രേരണ അനുസരിച്ച് ഞാൻ കൊടുക്കുന്നു. ഇറ്റ് മേ ഈവൺ എക്സീഡ് തൈത്തിനേക്കാൾ കൂടുതലായിരിക്കാം, ഒരുപക്ഷെ അല്ലെങ്കിൽ അതിനേക്കാൾ ലോവർ ആയിരിക്കാം. അത് നമ്മുടെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും അത് ചെയ്യട്ടെ. അപ്പൊ എന്നുള്ളതല്ലാതെ ഇത് കൊടുക്കാതിരുന്ന ഉടനെ അവനെ ഇങ്ങനെ ഈ ഗീവറീസ് പുണ്യവാളിനെ കുറിച്ചൊരു പറച്ചിലുണ്ട്. അതിനെ ചോദിച്ചാൽ ഞാനും ഒരിക്കലും ഒരു സ്ഥലത്ത് ഈ ശുശ്രൂഷയിൽ ഒരു യാക്കോബ ആളുകളുടെ ഏരിയയിൽ ഒരു പൈനിയർ വർക്ക് ഞങ്ങൾ ഒന്നുകൊണ്ട് സുവിശേഷം പരിചയപ്പെടുന്ന കാലഘട്ടം വൈകിട്ടൊരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിംഗ് ഒരു പബ്ലിക് സ്ഥലത്ത് അവർ വീടിന്റെ കാലത്തുള്ള പറമ്പിലാണ് വെച്ചേക്കുന്നത്. ഈ പറമ്പില് മീറ്റിംഗ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി ആ വീട്ടിലെ അമ്മച്ചി അവിടുന്ന് മനസ്സിലായി കൊടുത്തയച്ചേക്കാമേ എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം ഈ അമ്മച്ചി ഇത് പറഞ്ഞു കേട്ടപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോ ഇപ്പൊ നിത്യതയിൽ വിശ്രമിക്കുന്ന ജോയി പാമ്പാടി അദ്ദേഹം എന്റെ കൂടെ ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താ ഈ അമ്മച്ചി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു തനിക്ക് മനസ്സിലായില്ലയോ? ഞാൻ പറഞ്ഞു ഇല്ല. അദ്ദേഹം പറഞ്ഞു അതിലെ ഒരു ചേരപ്പാമ്പ് നമ്മൾ ഇരുന്ന സ്ഥലത്തൂടെ പുറകെ പോയി. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ അവര് പള്ളിയിൽ നേർച്ച നേർന്നിരുന്നു. നേർച്ച കൊടുത്തയച്ചില്ല, മറന്നുപോയി, അല്ലെങ്കിൽ ത്രാതകുഴപ്പമുണ്ടായി. അതിനെ പാമ്പിനെ വിട്ട് റിമൈൻഡ് ചെയ്താ എന്ന് അവർ വിശ്വസിക്കുന്നത്. അതായത് നേർച്ച ദൈവത്തിന് ഏതെങ്കിലും പുണ്യാളച്ചന്മാർക്ക് നേർച്ച നേർന്നാൽ ആ നേർച്ച കൊടുക്കാൻ താമസിച്ചാൽ ഉടനെ പാമ്പിനെ വിട്ട് റിമൈൻഡ് ചെയ്യുന്ന പുണ്യാളൻ പരിപാടിയാണോ ദൈവത്തിന്റെ ജോലി? ദൈവം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. അവൻ മനസ്സിലുള്ളവനാണ്, ദയുള്ളവനാണ്. നമ്മുടെ പണം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവനോ കഞ്ഞി കുടിക്കുന്നവനല്ല ദൈവം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ഞാനിവിടെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഇന്ന് തന്റെ വെളിപ്പെടുത്തപ്പെട്ട് നൽകപ്പെട്ട വിശുദ്ധ വേദപുസ്തകത്തിലെ വചനത്തിലൂടെ അല്ലാതെ ഒരു മനുഷ്യരോടും നേരിട്ട് സംസാരിക്കുകയില്ല. സംസാരിക്കേണ്ട ആവശ്യം ദൈവത്തിന് ഇല്ല. ദൈവം സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവനും ഭക്തിക്കും ആധാരമായതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖയാക്കി നമുക്ക് നൽകിയിട്ടുണ്ട്. അതങ്ങ് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ മാത്രം മതിയാവും. ബാക്കിയുള്ളതെല്ലാം മാനുഷികമായ വൈകാരികതയിൽ നിന്ന് ഉണർന്നു വരുന്ന ചേഷ്ടകളാണ്. പാവപ്പെട്ട വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന, വചനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ടീച്ചിങ്സ് ആണ്. അതിലാരും വഞ്ചിതരാകരുത് എന്ന് ദൈവവചനാടിസ്ഥാനത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ദൈവ തിരുനാമം എന്നേക്കും മുഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.